നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. CPM-ന്റെ മുൻ ഏറ്റുമാനൂർ MLA, കോട്ടയത്ത് നിന്നുള്ള മുൻ ലോക്സഭാംഗം, വളരെ മികച്ച പ്രതിച്ഛായയുള്ള സഖാവ് സുരേഷ് കുറുപ്പ് CPM വിട്ട് UDF സ്ഥാനാർത്ഥിയായി വരുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്നുള്ള വാർത്തകൾ ചില ചാനലുകൾ പുറത്തുവിട്ടിരുന്നു. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും സുരേഷ് കുറുപ്പ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന വാർത്തകളാണ് ഈ ചാനലുകൾ പുറത്തുവിട്ടത്. എന്നാൽ ഇതിനെതിരെ സുരേഷ് കുറുപ്പ് അതിശക്തിയായി രംഗത്ത് വരികയും താൻ 72-ൽ CPM മെമ്പറായ ആളാണ്, ഒരിക്കലും പാർട്ടി വിടുന്ന പ്രശ്നമില്ലെന്നും UDF സ്ഥാനാർത്ഥിയായി ഏറ്റുമാനൂരിൽ മത്സരിക്കുന്ന കാര്യമേ ഇല്ലെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാൽ CPM-ന്റെ അകത്തളങ്ങളിൽ നിന്നും നമ്മൾ കേൾക്കുന്ന മുറുമുറുപ്പുകൾ വേറൊരു വിധത്തിൽ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. CPM-ൽ നിന്ന് 4 പ്രമുഖ നേതാക്കൾ, അതും മുൻ MLA-മാരായിരുന്നവർ, പാർട്ടി വിട്ട് UDF പാളയത്തിലെത്തും വരുന്ന തെരഞ്ഞെടുപ്പോടു കൂടി എന്നാണ് UDF കേന്ദ്രങ്ങൾ പറയുന്നത്. CPM കേന്ദ്രങ്ങളും വളരെ രഹസ്യമായി ഇത് ശരിവെക്കുന്നുണ്ട്. CPM-ന്റെ 4 മുൻ MLA-മാർ പാർട്ടി വിടുകയും അവർ UDF സ്ഥാനാർത്ഥിയായി വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുമെന്നുള്ള സൂചന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ചർച്ചകൾ, രഹസ്യ സംസാരങ്ങൾ CPM-നുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഒരു മുൻ MLA, വളരെ കരുത്തനായ നേതാവ്, ആലപ്പുഴ ജില്ലയിലെ കിരീടം വയ്ക്കാത്ത നേതാവായിരുന്ന ആ വ്യക്തിയും ഒരുപക്ഷെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കുമെന്നുള്ള സൂചന ഇപ്പോൾ ശക്തമാണ്. അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിൽ നിന്നും ഒരു പ്രമുഖ മുൻ MLA, CPM-നെ കയ്യിലിട്ട് അമ്മാനമാടിയിരുന്ന, പാലക്കാട് ജില്ലയിലെ CPM-ന്റെ അവസാന വാക്കായിരുന്ന MLA-യും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. ഇവരെല്ലാം പാർട്ടിയിൽ നിന്ന് തഴയപ്പെട്ടു എന്നാണ് അവർ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇനി അവർക്ക് പാർട്ടിയിൽ വലിയ രക്ഷയൊന്നുമില്ല, പാർട്ടിയിൽ അവർക്ക് വലിയ സ്പേസ് ലഭിക്കാൻ സാധ്യതയില്ല. വളരെ ത്യാഗപൂർണമായ നേതൃത്വം വഹിച്ചവരാണ് ഇവരിൽ പലരും. ഇതിൽ ഒരു MLA എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോടൊപ്പം തലപ്പമുള്ള നേതാവ് ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് വലിയ നേതാക്കളെ പോലും CPM, പ്രത്യേകിച്ച് പിണറായി വിജയൻ, വെട്ടിയൊതുക്കി മൂലക്കിരുത്തി. ഈ അസംതൃപ്തി പാർട്ടിക്കുള്ളിൽ പുകയുന്നുണ്ട്. അതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 4 CPM-ന്റെ പ്രമുഖ നേതാക്കളെയെങ്കിലും UDF സ്ഥാനാർത്ഥിയായി ആ ലേബറിൽ മത്സരിപ്പിക്കാനാണ് UDF മുന്നണിയും കോൺഗ്രസും ഒരുങ്ങുന്നത്. ഇതിനായി അവർ പല ചർച്ചകളും നടത്തി കഴിഞ്ഞു. അതിൽ 2 നേതാക്കൾ ഉറപ്പ് നൽകുകയും ചെയ്തു, തങ്ങൾ UDF സ്ഥാനാർത്ഥികളായി മത്സരിക്കാം, അത് അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന ആ സമയത്ത് ആലോചിക്കാം, ഏതായാലും തങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് CPM-ന്റെ ഈ മുൻ നേതാക്കൾ കോൺഗ്രസ് നേതാക്കളോട് വെളിപ്പെടുത്തിയെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ 4 CPM നേതാക്കളെങ്കിലും, ചുരുങ്ങിയത് അസംതൃപ്തരായ 4 CPM നേതാക്കളെങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായോ UDF സ്ഥാനാർത്ഥികളായോ നിയമസഭയിലേക്ക് മത്സരിക്കും. കാരണം തുടർഭരണം ഉറപ്പില്ലാത്ത അവസ്ഥയിൽ ഇനി CPM-ൽ തൂങ്ങി നിന്നിട്ട് കാര്യമില്ലെന്ന് മാത്രമല്ല, CPM-ലെ തങ്ങൾ പ്രതികരിച്ച ഘടകങ്ങളിൽ വരെ തങ്ങൾ ഒതുക്കപ്പെടുകയാണെന്നും ഇനി CPM രാഷ്ട്രീയത്തിൽ തങ്ങൾക്ക് ഭാവിയില്ലെന്ന് വ്യക്തമായതോടെയാണ് ഈ നേതാക്കൾ CPM വിട്ട് UDF സ്ഥാനാർത്ഥികളാകാൻ ഒരുങ്ങുന്നത്. പലരും പിണറായി വിജയനുമായി അടുത്ത വ്യക്തിബന്ധമുള്ള നേതാക്കൾ കൂടിയാണെന്ന് ഓർക്കണം. എന്നിട്ടും അവർക്ക് CPM-ൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോഴാണ് അവർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ UDF സ്ഥാനാർത്ഥികളായി മത്സരിക്കാനുള്ള കരുക്കൾ നീക്കുന്നത്. ഏതായാലും UDF-ൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഇവർക്ക് പച്ചക്കൊടി കാട്ടിക്കഴിഞ്ഞു. ഈ 2 പാർട്ടികളുടെയും നേതാക്കൾ ഇവരുമായി സംസാരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളെയും രാഷ്ട്രീയ നിരീക്ഷകരെയും മാധ്യമങ്ങളെയും എല്ലാം ഞെട്ടിച്ചുകൊണ്ട് 4ഓളം CPM നേതാക്കൾ CPM വിടുകയും ഇടതുമുന്നണി വിടുകയും UDF-ന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട.